അതുപോലെ നിർബന്ധിതമാകുന്ന നടപടിയിലേക്കോ എന്നുള്ളതാണ് അറിയേണ്ടത്. PV അൻവറിന്റെ ഭാഷയിലാണ് എങ്കിൽ രണ്ടാം വിക്കറ്റ് കൂടി വീഴുമോ എന്ന് അറിയേണ്ട സമയം കൂടിയാണിത്. ആദ്യ വിക്കറ്റ് വീണു എന്നതായിരുന്നു സുനിൽദാസുമായി ബന്ധപ്പെട്ട നടപടിയിന്മേൽ PV അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം. ഇതിന് തുടക്കം കുറിച്ചത് പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടി ഇടതുപക്ഷത്ത് നിന്നുള്ള ഒരു MLA തന്നെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പാർട്ടി അംഗമല്ല എങ്കിൽ പോലും പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുള്ള PV അൻവർ MLA ആയിരുന്നു. ഇത്തരത്തിൽ സംസ്ഥാനത്തെ പോലീസ് മേധാവിക്ക് നേരെ P ശശി ഉൾപ്പെടെയുള്ള CPIMന്റെ മുതിർന്ന നേതാക്കൾക്ക്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക്, മുഖ്യമന്ത്രിയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും എതിരായ ആക്ഷേപങ്ങളുടെ ശരം ആരംഭിച്ചത്. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു മറ്റു നടപടികളിലേക്കും മറ്റുമൊക്കെ പോയത്. ഇനിയിപ്പോൾ അജിത് കുമാറിന് എതിരെ നടപടി ഉണ്ടാകുമോ? സുനിൽദാസിന് പിന്നാലെ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. നിർണായകമാകുന്ന കൂടിക്കാഴ്ച തന്നെയാണ്. ക്രൈംബ്രാഞ്ച് മേധാവിയെ കൂടി ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ക്രൈംബ്രാഞ്ച് ADGP അടക്കം വിളിപ്പിച്ചിട്ടുണ്ട്. H വെങ്കടേഷിനെ ഈ യോഗത്തിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 45 മിനിറ്റായി വളരെ നിർണായകമായ ചർച്ചകൾ ആണ് ക്ലിഫ് ഹൗസിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പാർട്ടിയെയും സർക്കാരിനെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന കൂടിക്കാഴ്ച വിവാദം ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹൊസബുള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന കാര്യം അജിത് കുമാർ തന്നെ സ്ഥിരീകരിച്ചതാണ്. കോവളത്ത് വെച്ച് ഹോട്ടലിൽ വെച്ച് റാം മാധവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്ന വിവരവും പോലീസ് രേഖകളിൽ നിന്ന് തന്നെ പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാരും CPIMും പ്രതിരോധത്തിലാകിയത്. LDF കൺവീനറും അല്ലെങ്കിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും അടക്കമൊക്കെ പ്രതിരോധം തീർത്ത് തുടങ്ങിയിരുന്നു. പ്രത്യേകിച്ച് അജിത് കുമാർ എന്നത് രാഷ്ട്രീയക്കാരനല്ല, ഉദ്യോഗസ്ഥനാണ്. ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടത്താറുണ്ട്. അത്തരം കൂടിക്കാഴ്ച പ്രശ്നമല്ല എന്നൊക്കെയുള്ള മട്ടിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ പാർട്ടി അറിയാതെ, സർക്കാർ അറിയാതെ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്നുള്ളതായിരുന്നു പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്ന സംശയം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത്രമേൽ ശക്തമായ ഇന്റലിജൻസ് സംവിധാനമുള്ള നമ്മുടെ കേരളത്തിലെ പോലീസ് ഇത്തരം കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അക്കാര്യം കൃത്യമായി മുഖ്യമന്ത്രിയെ അറിയിക്കുക തന്നെ ചെയ്യും. എന്നിട്ടും എന്തുകൊണ്ടാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇങ്ങനെ സംരക്ഷിക്കുന്നത്? അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ പക്കലുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന സംശയമടക്കമാണ് ഉയർന്നു വന്നത്. അരുൺ, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളാണുള്ളത്. ഒന്നോ രണ്ടോ ആക്ഷേപങ്ങളോ വിഷയങ്ങളോ അല്ല അജിത് കുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നിരവധി വിഷയങ്ങളാണ്. ആ വിഷയങ്ങളെല്ലാം ഒരുപോലെ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നതുമാണ്. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു എത്ര നാൾ സംരക്ഷിക്കാൻ കഴിയും അജിത് കുമാറിനെ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇത്രയധികം സംരക്ഷണം അജിത് കുമാറിന് സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഈ ക്രൈംബ്രാഞ്ച് ADGP അടക്കം പങ്കെടുക്കുന്നത് ഒരുപക്ഷെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ മാറ്റത്തിന്റെ അല്ലെങ്കിൽ അജിത് കുമാറിനെതിരെ ഉള്ള നടപടിയുടെ തുടക്കമായി കാണണം. കാരണം നേരത്തെ ഈ അജിത് കുമാറിനെ മാറ്റിയാൽ ആ സ്ഥാനത്തേക്ക് വരാവുന്ന ഉദ്യോഗസ്ഥരാണ് H വെങ്കടേഷ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ കൂടിക്കാഴ്ചയായി ഇതിനെ കാണണം. ഏതെങ്കിലും അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമോ എന്നും അറിയേണ്ടതുണ്ട്. കാരണം ഇനി അങ്ങനെ അജിത് കുമാറിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്രയധികം സർക്കാരിന് തിരിച്ചടിയാവുകയാണ് അജിത് കുമാറിന്റെ ഈ ഇടപാടുകൾ, നീക്കങ്ങൾ. ഇന്നലെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഇന്നലെ വരെ അതിനൊരു സ്ഥിരീകരണം, അതായത് അജിത് കുമാർ ഈ രീതിയിൽ തൃശ്ശൂരിൽ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥിരീകരണമില്ലായിരുന്നു. അപ്പോഴും ആരോപണം മാത്രമായിരുന്നു. അപ്പോൾ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അതിനെ പാർട്ടിക്ക് സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ല എന്നുള്ളതായിരുന്നു. അതായത് ആ കൂടിക്കാഴ്ചയെ ആ രീതിയിൽ അപ്പോൾ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, ഇത്തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ കൂടിക്കാഴ്ച സ്വാഭാവികമാണ് സൂചിപ്പിച്ച ഇന്റർവ്യൂ സംവിധാനങ്ങൾക്ക് അതറിയാൻ കഴിയും. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഇത് നേരത്തെ തന്നെ സർക്കാരിനെ റിപ്പോർട്ട് ചെയ്യുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തും. അത് മുഖ്യമന്ത്രി കാണണമെന്നുള്ളതാണ് ചട്ടം, അതാണ് അതിന്റെ നടപടിക്രമം. പക്ഷേ മുഖ്യമന്ത്രി കണ്ടു എന്ന് വ്യക്തമല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ എത്തിയുള്ളൂ എന്ന കാര്യം വ്യക്തമല്ല. അഥവാ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി ഓഫീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അജിത് കുമാറിനോട് ഇതുവരെ വിസ്തീർണം തേടിയില്ല എന്ന കാര്യം വളരെ തീർച്ചയായും ക്ലിഫ് ഹൗസിൽ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നു. മുഖ്യമന്ത്രിയും DGPയും തമ്മിലാണ് കൂടിക്കാഴ്ച. ക്രൈംബ്രാഞ്ച് DGP അടക്കം മേധാവി അടക്കം ഈ യോഗത്തിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്.
നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നു. ADGP MR അജിത് കുമാറിന് നേരെ നടപടി ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്.